കോഴിക്കോട് കുന്നമംഗലം MDMA കേസിൽ മുഖ്യപ്രതി പിടിയിലായിരിക്കുന്നു. നോയിഡയിൽ നിന്നാണ് നൈജീരിയൻ സ്വദേശി ഫ്രാങ്ക് വിയ പിടിയിലായത്. 227 ഗ്രാം MDMA ആയിരുന്നു കരന്തൂരിലെ ലോഡ്ജിൽ നിന്ന് പിടികൂടിയത്. കേസിൽ 2 ടാൻസാനിയൻ സ്വദേശികൾ നേരത്തെ പിടിയിലായിരുന്നു. ദീപക് മലയമ്മയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മലയമ്മ, അന്വേഷണം ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു. നേരത്തെ ടാൻസാനിയൻ കൂട്ടുപ്രതികളെ പിടിച്ചതാണ് ഇപ്പോൾ എക്സൈസിന് കൂടുതൽ തെളിവായി തീർന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഏറ്റവും മുഖ്യപ്രതി എന്ന് കരുതുന്നയാളെ, ഈ നൈജീരിയൻ സ്വദേശിയെ ഫ്രാങ്കിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. എപ്പോഴാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്? ഈ ഫ്രാങ്കിന് ഇതുമായുള്ള ബന്ധങ്ങൾ എക്സൈസിന് കൃത്യമായും സ്ഥാപിക്കാൻ കഴിയുമല്ലോ അല്ലേ? അരുൺ, കുന്നമംഗലം പോലീസാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത് എന്നുള്ളതാണ്. നേരത്തെ കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. 227 ഗ്രാം MDMA ആണ് അന്ന് കാരന്തൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു ലോഡ്ജിൽ നിന്ന് പിടികൂടുന്നത്. അന്നത്തെ ആ ദിവസം അഭിനവ് ഒപ്പം തന്നെ മുസമ്മിൽ ഈ 2 പേരെയാണ് പിടികൂടുന്നത്. അവരിൽ നിന്നും ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെയാണ് ടാൻസാനിയൻ ബന്ധം ഇതിലുണ്ട് എന്നുള്ള കണ്ടെത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഡേവിഡ് എൻഡമി ഒപ്പം തന്നെ അറ്റ്ക ഹരുണ, അങ്ങനെ 2 പേരെയാണ് അത് ടാൻസാനിയൻ സ്വദേശികളായിട്ടുള്ള പ്രതികളെ പോലീസ് പിടികൂടിയത്. വിശദമായ ചോദ്യം ചെയ്യൽ വീണ്ടും പുരോഗമിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കേസിലെ മുഖ്യപ്രതി എന്ന പോലീസ് പറയുന്ന ഈ ഫ്രാങ്കിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നോയിഡയിൽ എത്തിയാണ് കുന്നമംഗലം പോലീസ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഉച്ചയോടുകൂടി ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പലപ്പോഴും ഈ ലഹരി കേസുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ നിലയിലുള്ള പ്രതികളിലേക്ക് മാത്രമാണ് എത്തിച്ചേരാറുള്ളത് എന്നുള്ള ആക്ഷേപം നിലനിൽക്കാറുണ്ട്. അതിൻ്റെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാതെ പോകുന്നു എന്നുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയാറുള്ളത്. എന്നാൽ ഈ പ്രതികളെ പിടികൂടുകയും അവരിൽ നിന്ന് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കാര്യങ്ങൾ പോവുകയും അവരുടെ വാട്സപ്പ് അക്കൗണ്ടുകൾ ഒപ്പം തന്നെ കൃത്യമായി അവർ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയവയൊക്കെ പരിശോധിച്ച് ഈ വേരിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള നിലയിലേക്ക് അന്വേഷണം എത്തി എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഇനിയിപ്പോൾ ഈ നൈജീരിയൻ സ്വദേശി അറസ്റ്റിലാവുന്നതോടുകൂടി കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ റാക്കറ്റുകളിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് അന്വേഷണ സംഘം കരുതുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ രാസലഹരി ഉൾപ്പെടെ സംസ്ഥാനത്തേക്ക് എത്തുന്നത് തടയിടാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് പോലീസ് ഇതിനോടകം കരുതുകയും ചെയ്യുന്നുണ്ട്. അരുൺ. ഓക്കെ, ദീപക്കാണ് വിവരങ്ങൾ നൽകിയത്. നോയിഡ വരെ പോയിട്ടാണ് പോലീസ് ഈ കേസിൽ ഇപ്പോൾ മുഖ്യപ്രതിയെ പിടികൂടിയിരിക്കുന്നത്.